ാണ് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ശൈഖിനെ എല്ലാവരും ഇരുത്തി ഞാൻ കുറച്ചുകൂടെ സമയം പറയാം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ പൊന്നുമക്കൾക്ക് നിസ്കാരത്തിലേക്കുള്ള വഴിയെന്നല്ല, ജീവിതത്തിലേക്കുള്ള വിജയത്തിലേക്കുള്ള മാതാപിതാക്കൾ ആരാണ്, ഉമ്മയും വാപ്പയും ആരാണെന്ന് ശരിക്ക് കൽബ് തട്ടി പഠിപ്പിച്ച് വളർത്തുന്ന നമ്മുടെ ഉസ്താദുമാരുടെ നിസ്സാര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ കേൾക്കുമ്പോഴേക്കും വന്നിട്ട് പൊന്നുമക്കളുടെ ചാരത്ത് വെച്ച് ഉസ്താദുമാരുടെ ചവിട്ടത്തടിക്കുകയും മുഖത്തടിക്കുകയും ചെയ്യുന്ന കാഴ്ച കാണുന്ന മണ്ണിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നവർക്കേണ്ടതുണ്ട്. പക്ഷേ ആളുകൾക്ക് പലതും പറയാം, എഴുതാം. നമ്മുടെ ഭാവിയാണ് തുലാസിലെന്ന് ഓർക്കേണ്ടതുണ്ട്. ഓളെ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, നമ്മുടെ കുട്ടിയുടെ മുന്നിൽ വെച്ച് കുട്ടിയുടെ ഗുരുവിന്റെ മുഖത്തടിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അനുഭവിച്ചിട്ട് തന്നെ മരിക്കൂ. അതൊക്കെ കാണാൻ പോകുന്ന വിഷയങ്ങളാ. ഞാൻ അങ്ങോട്ട് പോയില്ല, ആ രൂപത്തിൽ പറയുന്നതല്ല. അരുത്. മാതാപിതാക്കളോട് പറയുന്നു, ജീവിതം തുലക്കരുത്, എന്നേക്കും ജീവിതം നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തരുത്. നമ്മുടെ കുട്ടി നമുക്ക് നഷ്ടപ്പെടരുത്, നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ആ മക്കൾ ആ കുട്ടിയുടെ അഭിമന്യ ഗുരുവിന്റെ മുഖത്ത് കൈവച്ചവന് ഈ കുട്ടി ഏതെങ്കിലും ഒരു കാലത്ത് സന്തോഷത്തോടുകൂടെ ഒരു മുഖപ്രസന്നതയുടെ ഭാഗം ലഭിക്കുമോ കൊടുക്കുമോ എന്നുള്ളത് നെഞ്ചത്ത് കൈവച്ചു ചിന്തിക്കും മാതാപിതാക്കളെ. ആരാണ് മഹാന്മാരായ ഉസ്താദുമാർ? ഞാൻ ശൈഖുനാനെ ഇരുത്തി ഞാനൊന്ന് പറയട്ടെ. അവിടുത്തെ ചെറുപ്രായം തൊട്ട് ഞാനൊക്കെ മഹീസുൽ ശൈഖുനയുടെ ചാരത്ത് പഠിക്കുന്ന കാലം തൊട്ട് ഉസ്താദുമായി അവിടുത്തേക്ക് ദുആ ചെയ്യാനും മറ്റും പോകുന്ന ഒരു കുട്ടിയായിരുന്നു. ശൈഖുന് ഒരുപാട് മക്കളെ വളർത്തി. ഞാൻ ഈ ശൈഖുനെ അടക്കമുള്ളവർ ഇരുത്തിയിട്ട് ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മയോട് പിതാക്കളോട് ഓർമ്മപ്പെടുത്തുന്നു, ഉസ്താദുമാരെ, അഭിവന്ദരായ ഉസ്താദുമാർ, കാലഘട്ടത്തിനനുസരിച്ച് പോരായ്മകൾ ഉണ്ടാവും. മഅസൂമിങ്ങളല്ല, മഹ്ഫൂദിങ്ങളല്ല. ഓർക്കേണ്ടതുണ്ട്, ഉസ്താദുമാരെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ഗുരുനാഥന്മാർ. ഒരിക്കലും തന്നെ മഹ്ഫൂദിങ്ങൾ മഅസൂമിങ്ങളല്ല. അപാകതകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം, തിരുത്തണം. കമ്മിറ്റി ഭാരവാഹികൾക്ക് പറയേണ്ടത് പറയാം, നാട്ടുകാർക്ക് പറയേണ്ടത് പറയാം. പക്ഷേ അത് സ്വന്തം മകനെ സുഖിപ്പിക്കാൻ വേണ്ടി മുഖത്ത് കൈവച്ചായി ആവരുത്, നെഞ്ചത്ത് കൈവച്ചുകൊണ്ടാവരുത്, കവളത്ത് കൈവച്ചുകൊണ്ടാവരുത്. ആരോട് നമ്മുടെ ഗുരുനാഥന്മാരൊന്നും ഒരക്ഷരം പഠിപ്പിച്ച ഈ ഇരിക്കുന്നവർ ഒരു ഉംറക്ക് പോകുന്നവരാവട്ടെ, ഹജ്ജിന് പോകുന്നവരാവട്ടെ, അഭിവന്ദരായ ഉസ്താദുമാരുടെ വാസത്തെ ഇല്ലാതെ ഇതിനും വിമർശിക്കുന്നവരുണ്ടാവാം.